സഹകരണ വകുപ്പിൽ ഏതാണ്ട് 700 കോടി രൂപയുടെ വെട്ടിപ്പ് ഉള്ള നീക്കം ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ IT കമ്പനികളിൽ ഒന്നാണ് ടാറ്റ കൺസൾട്ടൻസി. ആ ടാറ്റ കൺസൾട്ടൻസിക്ക് കരാറ് നൽകാനുള്ള തീരുമാനമെടുത്ത ശേഷം അവരെ ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി താൽപര്യമുള്ള ഒരു സംഘത്തിന് ഇതിന്റെ കരാറ് നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കായിട്ടുള്ള പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള പദ്ധതി, അതിന്റെ 4 ഇരട്ടി മേൽ തുകയ്ക്ക് ഈ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് PD സഹകരണ സംഘത്തിന് ഗവൺമെന്റ് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്. TCSന് 206 കോടി രൂപയ്ക്ക് സർക്കാർ തീരുമാനമെടുത്ത് കരാർ ഉറപ്പിച്ചതാണ്. നടപടി റദ്ദാക്കി പുതുക്കിയ നിബന്ധനകളോടെ വീണ്ടും ടെൻഡർ വിളിച്ചത് ഈ ദിനേശ് PD സഹകരണ സംഘത്തിന് ഇത് കൈമാറാനായിരുന്നു. നമസ്കാരം. കേരളത്തിൽ എന്ത് പദ്ധതികൾ ആവിഷ്കരിച്ചാലും ആ പദ്ധതികളുടെയെല്ലാം കരാറുകൾ പോകുന്നത് ഒന്നുകിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക്, അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കും CPM-നും താല്പര്യമുള്ള മറ്റേതെങ്കിലും ബിനാമി കമ്പനികൾക്ക്. ഇപ്പോൾ കേരളത്തിലെ സോഫ്റ്റ്വെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി തന്നെയാണ് നടന്നിരിക്കുന്നത്. 206 കോടിക്ക് നേരത്തെ ഇത്തരം പദ്ധതികൾ കൊടുത്തിരുന്ന സർക്കാർ ആ പദ്ധതിയുടെ കരാർ റദ്ദ് ചെയ്തുകൊണ്ട് ഈ രംഗത്ത്, അതായത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത, മുൻകാല പരിചയമില്ലാത്ത ദിനേശ് PD സഹകരണ സംഘത്തിന് 700 കോടി രൂപയുടെ കരാർ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരമായി പുറത്തു വരുന്നത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന, പ്രതിപക്ഷ വകുപ്പ് നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പിണറായി വിജയനും പിണറായി സർക്കാരിനുമെതിരെ പുറത്തുവിട്ടിരിക്കുന്നത്. മാധ്യമ സമ്മേളനത്തിലാണ് രമേശ് ചെന്നിത്തല ഇതിന്റെ രേഖകളടക്കം പുറത്തുവിട്ടത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുന്ന പോക്കിൽ തങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെ ഊട്ടി ഉറപ്പിക്കുക, അല്ലെങ്കിൽ അവസാന ചില്ലിക്കാശും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്ഥാപിത താല്പര്യക്കാർക്ക് കരാർ മറിച്ചു കൊടുക്കുന്നു? 206 കോടിക്ക് ഉറപ്പിച്ചു കൊടുത്തിരുന്ന, പൊതുമേഖലാ സ്ഥാപനത്തിന് ഉറപ്പിച്ചു കൊടുത്തിരുന്ന ഈ കരാർ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മേഖലയിൽ, അതായത് സോഫ്റ്റ്വെയർ രംഗത്ത് യാതൊരു തരത്തിലും ഒരു മുൻകാല പരിചയമില്ലാത്ത ദിനേശ് PD സഹകരണ സംഘത്തിന് 700 കോടി രൂപയുടെ കരാർ ഉറപ്പിക്കുന്നതിന് മുഖ്യമന്ത്രി സാഹസം കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു അഴിമതിക്ക് കളമൊരുക്കിയിരിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല തുറന്നടിച്ചത്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുന്ന ഈ സമയത്താണ് ഇത്തരം ഗുരുതരമായ ഒരു ക്രമക്കേട്, സർക്കാരിന്റെ ക്രമക്കേട് രമേശ് ചെന്നിത്തല പുറത്തു കൊണ്ടുവരുന്നത്. മുമ്പും ഇതുപോലെ തന്നെ K-ഫോൺ അടക്കമുള്ള, സ്പ്രിംഗ്ലർ അടക്കമുള്ള പല പദ്ധതികളുടെയും നിർണായകമായ രേഖകൾ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും തന്നെ രമേശ് ചെന്നിത്തല ചോർത്തിയിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിലെ പല വകുപ്പുകളിൽ നിന്നും നിർണായകമായ പല രേഖകളും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇക്കുറിയും രമേശ് ചെന്നിത്തല ഇത് തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിക്കൊണ്ട് രമേശ് ചെന്നിത്തല 700 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ 2026 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ ഈ വെളിപ്പെടുത്തൽ ഏത് തരത്തിൽ പിണറായി വിജയനെയും CPM-നെയും അത് ബാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. സഹകരണ വകുപ്പിൽ ഏതാണ്ട് 700 കോടി രൂപയുടെ വെട്ടിപ്പ് ഉള്ള നീക്കം ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ IT കമ്പനികളിൽ ഒന്നാണ് ടാറ്റ കൺസൾട്ടൻസി. ആ ടാറ്റ കൺസൾട്ടൻസിക്ക് കരാറ് നൽകാനുള്ള തീരുമാനമെടുത്ത ശേഷം അവരെ ഒഴിവാക്കിക്കൊണ്ട് പാർട്ടി താൽപര്യമുള്ള ഒരു സംഘത്തിന് ഇതിന്റെ കരാറ് നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കായിട്ടുള്ള പൊതു സോഫ്റ്റ്വെയർ തയ്യാറാക്കാനുള്ള പദ്ധതി, അതിന്റെ 4 ഇരട്ടി മേൽ തുകയ്ക്ക് ഈ രംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത ദിനേശ് PD സഹകരണ സംഘത്തിന് ഗവൺമെന്റ് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്. TCSന് 206 കോടി രൂപയ്ക്ക് സർക്കാർ തീരുമാനമെടുത്ത്
കരാർ ഉറപ്പിച്ചതാണ്. നടപടി റദ്ദാക്കി പുതുക്കിയ നിബന്ധനകളോടെ വീണ്ടും ടെൻഡർ വിളിച്ചത് ഈ ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് ഇത് കൈമാറാനായിരുന്നു.